ഹലോ, ഞാൻ ഷെറിൻ ഡേവിസ്. മാസ്റ്റർ മ്യൂച്വൽ ഫണ്ട് വിത്ത് ഹോം സീരീസിൻ്റെ 6ാമത്തെ എപ്പിസോഡിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ മ്യൂച്വൽ ഫണ്ടിൻ്റെ NAV എന്താണ് നമ്മൾ വ്യക്തമായിട്ട് പഠിച്ചു അല്ലേ. നമ്മളൊരു ഉദാഹരണത്തിലൂടെ കഥയിലൂടെ ഒക്കെ നിങ്ങൾക്കത് മനസ്സിലാക്കി തന്നു. അപ്പോൾ അത് പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ അല്ലെങ്കിൽ അതിലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒരു ഫണ്ടിൻ്റെ ഫാക്ട് ഷീറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫണ്ടിൻ്റെ ഫാക്ട് ഷീറ്റ് എന്തുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആവുന്നു? നിങ്ങളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീം സെലക്ട് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നിങ്ങൾക്കൊരു ലക്ഷ്യം ഉണ്ടാവും അല്ലേ. അപ്പോൾ ആ ലക്ഷ്യം എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നമ്മൾ ഫണ്ടിൻ്റെ ഫാക്ട് ഷീറ്റ് വായിച്ചു നോക്കണം. അതുപോലെ അതിന് റിസ്ക് എത്രയുണ്ട് എന്ന് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ ഫണ്ടിൻ്റെ ഫാക്ട് ഷീറ്റ് വായിച്ചു നോക്കണം. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു എപ്പിസോഡ് എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അത് സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ മുഴുവനായിട്ട് കാണണം. പിന്നെ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും വരുന്ന നിങ്ങൾക്ക് വരുന്ന ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് ആരംഭിക്കാം അല്ലേ, നമുക്ക് ഒരുമിച്ച് പഠിക്കാം. വെൽക്കം ടു ദ 6th എപ്പിസോഡ് ഓഫ് മാസ്റ്റർ മ്യൂച്വൽ ഫണ്ട് വിത്ത് ഹോംസ്. അപ്പോൾ നമ്മളെല്ലാവരും ഫണ്ടിൻ്റെ ഫാക്ട് ഷീറ്റ് എന്താണെന്ന് പഠിക്കാൻ തയ്യാറായല്ലേ. അപ്പോൾ ഇനി നിങ്ങൾ നമുക്ക് ഫാക്ട് ഷീറ്റ് നമുക്ക് കിട്ടണമല്ലേ. ഈ ഫാക്ട് ഷീറ്റ് നമുക്ക് എങ്ങനെ കിട്ടും? നമ്മൾ ഇപ്പോൾ ഓരോ AMCയുടെ വെബ്സൈറ്റിൽ പോയിട്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ ഫാക്ട് ഷീറ്റ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ വെബ്സൈറ്റിൽ പോയിട്ട് ഈ ഫാക്ട് ഷീറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും അതിൻ്റെ വെബ്സൈറ്റിൽ. അപ്പോൾ അതിലെ ഫാക്ട് ഷീറ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അത് സ്വാഭാവികമായിട്ടും ഈ ഫണ്ടിൻ്റെ ഫാക്ട് ഷീറ്റ് എന്ന് പറയുന്നത് എല്ലാ മാസവും വരുന്നതായതുകൊണ്ട് നിങ്ങൾ അതിൻ്റെ വർഷവും മാസവും സെലക്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അത് മാത്രമല്ല, നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഫണ്ടിൻ്റെ ഫാക്ട് ഷീറ്റിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള മാസത്തിൽ തന്നെയാണ് അത് ഡൗൺലോഡ് ചെയ്യുന്നത് എന്ന് ഉറപ്പുവരുത്തുക. ഇനി നമുക്ക് ഒരു സാമ്പിളായിട്ട് ഒരു ഫാക്ട് ഷീറ്റ് നമുക്ക് നോക്കാം. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഈ ഫണ്ട് എന്ന് പറയുന്നത് ഇതൊരു ഫോക്കസ് ഇക്വിറ്റി ഫണ്ടിൻ്റെതാണ്. അതുമാത്രമല്ല, ഇത് 2025 ഏപ്രിൽ മാസത്തെ ഫാക്ട് ഷീറ്റാണ് നമ്മൾ ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ഫണ്ടിൻ്റെ പേര്, അതുപോലെ AMC ഏതാണ്, അതുപോലെ എൻ്റെ ഫണ്ട് മാനേജർ ഏതാണെന്നൊക്കെ നമ്മൾ ഹൈഡ് ചെയ്തിട്ടാണ് കാണിക്കുന്നത്. ഇതൊന്നും നമുക്ക് പബ്ലിഷ് ചെയ്യാൻ പാടില്ല. കാരണം ഇതൊരു റെക്കമെൻഡേഷൻ ഒന്നുമല്ല. അതായത് ഒരു എഡ്യൂക്കേഷണൽ കണ്ടന്റ് ആയതുകൊണ്ട് നമ്മളതൊക്കെ ഹൈഡ് ചെയ്ത് കാണിക്കുന്നു. ബാക്കി എല്ലാ ഭാഗവും നമ്മൾ ഏറ്റവും കൃത്യമായിട്ട് നിങ്ങൾക്ക് വിശദീകരിച്ച് തരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഫണ്ടിൻ്റെ ഫാക്ട് ഷീറ്റ് നോക്കണം, നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആ ഫണ്ടിൻ്റെ ഫാക്ട് ഷീറ്റിൽ എന്തൊക്കെയാണ് കണ്ടന്റുകൾ വരുന്നത് നമുക്ക് നോക്കാം. ഇപ്പോൾ ഒരു ഫാക്ട് ഷീറ്റിൽ നമ്മൾ ആദ്യമായിട്ട് വരുന്നത് ഇപ്പോൾ ആ ഫണ്ടിൻ്റെ ലക്ഷ്യം എന്താണ്, അതായത് അതിൻ്റെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് എന്താണ്, ആ ഫണ്ടിൻ്റെ കാറ്റഗറി ഏത് കാറ്റഗറിയിലാണ്, അത് ഈ പറഞ്ഞ കാര്യങ്ങളാണ് നമ്മൾ ആദ്യമായിട്ട് വരുന്നത്. അത് മാത്രമല്ല, ഇത് എവിടെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, അതിൻ്റെ ഒരു തീം എന്താണ്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇക്വിറ്റി ഫോക്കസ് ഫണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു തീമും കാര്യങ്ങളാണ് പറയുന്നത്. ഇനി ഇൻവെസ്റ്റ്മെന്റ് ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥലത്ത് കൊടുത്തിട്ടുണ്ടാവും. ഇൻവെസ്റ്റ്മെന്റ് ഒബ്ജക്റ്റീവ് എന്താണ്? അത് ഇങ്ങനെയായിരിക്കും: ടു പ്രൊവൈഡ് ദി ഇൻവെസ്റ്റർ വിത്ത് ദി ഓപ്പർച്യൂണിറ്റി ഓഫ് ലോങ് ടൈം ക്യാപിറ്റൽ അപ്രീസിയേഷൻ. മനസ്സിലായോ? ബൈ ഇൻവെസ്റ്റിംഗ് ഇൻ എ കോൺസെൻട്രേറ്റഡ് പോർട്ട്ഫോളിയോ ഓഫ് ഇക്വിറ്റി ആൻഡ് ഇക്വിറ്റി റിലേറ്റഡ് ഇൻവെസ്റ്റ്മെന്റ്സ്. അപ്പോൾ ഈ ഒബ്ജക്റ്റ് വായിച്ച് നിങ്ങൾ നോക്കിയുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? ഇപ്പോൾ ഒരാൾ വന്നിട്ട് പറയാണ്, ഈ ഫണ്ടിൻ്റെ പേര് നിങ്ങളോട് പറയണം, ഓക്കെ, ഈ ഫണ്ട് എന്ന് പറയുന്നത് നിങ്ങൾക്ക് 25% റിട്ടേൺസ് ഗ്യാരണ്ടീഡ് ആയിട്ട് കിട്ടുമെന്ന് ഒരാൾ പറയാൻ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ഇതിൻ്റെ ഒരു ഫാക്ട് ഷീറ്റ് തരാൻ പറയാം. ഫാക്ട് ഷീറ്റ് നിങ്ങൾ മേടിച്ചിട്ട് അതിൽ ഇക്വിറ്റി ആൻഡ് ഇക്വിറ്റി റിലേറ്റഡ് ഇൻവെസ്റ്റ്മെന്റ്സ് നിങ്ങൾ വായിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. സ്വാഭാവികമായിട്ടും ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് എന്ത് സംഭവിക്കില്ല? ഗ്യാരണ്ടി കൊടുക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ ഒരു ഏജന്റോ ഒരു ഡിസ്ട്രിബ്യൂട്ടറോ വന്നിട്ട് ഗ്യാരണ്ടി കിട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അതിൻ്റെ ഫണ്ടിൻ്റെ ഫാക്ട് ഷീറ്റ് നോക്കി ഇക്വിറ്റിയിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് എങ്കിൽ ആ ഏജന്റോ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടറോ പറയുന്നതാണ് നുണയാണല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഈ ഫണ്ടിൻ്റെ ഫാക്ട് ഷീറ്റിൽ ഇനി പറയുന്ന ഓരോ കാര്യങ്ങളുടെ എല്ലാം ഇങ്ങനെ നിങ്ങൾക്ക് ഓരോ ചീറ്റിംഗ് അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങളെ ടെംപ്റ്റ് ചെയ്യുകയോ പറ്റുകയോ ചെയ്യുന്നത് നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റുന്ന കുറേ ഇൻഫർമേഷൻസാണ് നമ്മൾ ഇതിൽ പറയാൻ പോകുന്നത്. അപ്പോൾ ഈ പറഞ്ഞ സ്കീമിൽ നമ്മൾ നോക്കുമ്പോൾ അറിയാൻ പറ്റും ഈ ഫണ്ട് എങ്ങനെയാണ് 30 ഓഹരികളിൽ മാത്രമാണ് നിക്ഷേപിക്കുന്നത്. അങ്ങനെ ഫോക്കസ് ഫണ്ടാണ്. അതുകൊണ്ട് ഉയർന്ന വളർച്ചയാണ് ലക്ഷ്യമിടുന്നത്. പക്ഷേ ദീർഘകാലം അതിൽ എന്ത് ചെയ്യണം? ഇൻവെസ്റ്റ് ചെയ്യണം. അതാണ് ഈ ഒബ്ജക്റ്റ് കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഉയർന്ന വളർച്ചയും ദീർഘകാലത്തേക്കും ആണെങ്കിൽ മാത്രമേ ഈ ഫണ്ട് സെലക്ട് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഒബ്ജക്റ്റ് നോക്കുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. ഇനി ഇതിൻ്റെ NAV നിങ്ങൾക്ക് മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? അതായത് ഡേറ്റ് ഓഫ് അലോട്ട്മെന്റ് എന്നാണ്. ഡേറ്റ് ഓഫ് അലോട്ട്മെന്റ് നോക്കിക്കഴിഞ്ഞാൽ ഈ സ്കീം എന്നാണ് തുടങ്ങിയത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ 500 രൂപ 1000 രൂപയ്ക്ക് NAV ആയി എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. നമ്മൾ ആ ഡേറ്റ് ഓഫ് അലോട്ട്മെന്റിൽ അത് എന്നാണ് തുടങ്ങിയത് എന്ന് പറയുന്നത് മുതൽ നമ്മൾ അതിൻ്റെ റിട്ടേൺസ് കാൽക്കുലേറ്റ്. അപ്പോൾ ഈ സ്കീമിൽ ഡേറ്റ് ഓഫ് അലോട്ട്മെന്റ് എന്ന് പറയുന്നത് 17/9/2004 ഈ സ്കീം ആരംഭിച്ചത്. ഇനി AUM, അസറ്റ് അണ്ടർ മാനേജ്മെന്റ്. അസറ്റ് അണ്ടർ മാനേജ്മെന്റ് പറഞ്ഞാൽ ആ സ്കീമിൽ മൊത്തം എത്ര രൂപ കൈകാര്യം ചെയ്യുന്നത്? 36,000 കോടിയാണ്. അതായത് 36,000 crores ആണ് ഈ ഫണ്ടിൽ മാനേജ് ചെയ്യുന്നത്. ഇനി ഫണ്ട് മാനേജർ ആരാണ്? അത് നമ്മൾ ഹൈഡ് ചെയ്ത് വെക്കുകയാണ്, കാരണം അതൊരു റെക്കമെൻഡേഷൻ ഒന്നും അല്ലാത്തതുകൊണ്ട്. അടുത്താണ് ബെഞ്ച് മാർക്ക് ഇൻഡെക്സ്. എന്താണ് ബെഞ്ച് മാർക്ക് എന്ന് പറയുന്നത്? നിങ്ങളുടെ ഈ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഷെയറുകൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഓരോന്നിൻ്റെയും റിട്ടേൺസ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല അല്ലേ. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് നമുക്ക് ഈസി ആയിട്ട് റിട്ടേൺസ് കമ്പയർ ചെയ്യാനായിട്ടുള്ള ഒരു ഇൻഡെക്സ്, ഒരു ജനറൽ ഇൻഡെക്സ് ആണ്
S&P BSE 500 എന്ന് പറയുന്നത്. അപ്പോൾ S&P BSE 500ന്റെ റിട്ടേണും ഈ സ്കീമിന്റെ റിട്ടേണും കൂടെ നിങ്ങൾ കമ്പയർ ചെയ്ത് കഴിയുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ സ്കീം നല്ലതാണോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. എന്ന് പറഞ്ഞാൽ ആ ഇൻഡെക്സിന്റെ റിട്ടേണിനേക്കാൾ കൂടുതൽ റിട്ടേൺ ഈ സ്കീം തന്നിട്ടുണ്ടെങ്കിൽ അത് നല്ലതാണ്, കുറവാണെങ്കിൽ അത് അത്ര നല്ലതല്ല എന്നുള്ളതാണ്. അടുത്താണ് എക്സിറ്റ് ലോഡ് എന്ന് പറയുന്നത്. എക്സിറ്റ് ലോഡ് എന്നാണ് 1% സാധാരണ എക്സിറ്റ് ലോഡ്. അതായത് ഒരു വർഷത്തിനുള്ളിൽ നിങ്ങൾ എക്സിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് വരുന്ന ചാർജ് എത്രയാണ് എന്നുള്ളതാണ് ഈ എക്സിറ്റ് ലോഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ സ്കീമിൽ എന്താണ് അത് 1% പറയുന്നത്. പിന്നെ എന്തൊക്കെ പ്ലാൻസ് അവൈലബിൾ ആണെന്ന് പറയുന്നത്. അതായത് അടുത്തായിട്ട് അതിൻ്റെ എന്തൊക്കെ പ്ലാനുകളുണ്ടെന്നുള്ളതാണ്. റെഗുലറും ഡയറക്റ്റ്, ഇതാണ് രണ്ട് കാണിക്കുന്നത്. അതായത് റെഗുലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത് നിങ്ങൾ ഒരു ഏജൻറ്റോ അല്ലെങ്കിൽ ഒരു ഡിസ്ട്രിബ്യൂട്ടർ മുഖാന്തരമായിരിക്കും നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ മറ്റേതെന്ന് പറയുന്നത് ഒരു ഇൻ്റർമീഡിയറ്റ് ഒരു മിഡിൽ മാൻ ഉണ്ടാവും എന്നുള്ളതാണ്. ഇനി ഒരു ഡയറക്റ്റ് പ്ലാൻ എന്ന് പറയുന്നത് എന്താണ്, നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ട് കമ്പനികളിൽ നേരിട്ട് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഓൺലൈൻ പ്ലാറ്റ്ഫോം വഴിയൊക്കെ സാധ്യമാണ്. ഇതാണ് ഡയറക്റ്റ് പ്ലാൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഓപ്ഷൻസ് അല്ലെങ്കിൽ എന്ന് പറയുന്ന ഒരു ഹെഡ് നമുക്ക് കാണാൻ പറ്റും. ഓപ്ഷൻസ് അതിൽ രണ്ട് ഓപ്ഷൻസ് സാധാരണ, ഒന്ന് ഗ്രോത്ത് ഓപ്ഷൻ, രണ്ടാമത്തെ IDCW എന്നുള്ള ഓപ്ഷനാണ്. ഗ്രോത്ത് ഓപ്ഷൻ എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ വിശദീകരിച്ചതാണ് എന്താണ് ഗ്രോത്ത് ഓപ്ഷൻ എന്നുള്ളത്. IDCW എന്ന് പറയുന്ന ഓപ്ഷൻ ഇൻകം ഡിസ്ട്രിബ്യൂഷൻ കം ക്യാപിറ്റൽ വിഡ്രോവൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷനെയാണ് സൂചിപ്പിക്കുന്നത്. അതായത് ഇത് ഒരു തരം മ്യൂച്വൽ ഫണ്ടിൻ്റെ ഒരു എന്താ പറയുക ഓപ്ഷനാണ്. അതായത് നിക്ഷേപകർക്ക് ഈ ഫണ്ടിൽ നിന്നുള്ള റെഗുലർ ആയിട്ടുള്ള ഇൻകം കിട്ടാനായിട്ട്, അതായത് അതിൻ്റെ അപ്രീസിയേഷനും അതിൽ നിന്നും പിന്നെ അതുപോലെ അപ്രീസിയേഷൻ ഇല്ലാത്ത സമയത്ത് നിങ്ങളുടെ എത്രയാണ് നിങ്ങളുടെ ക്യാപിറ്റൽ ഉള്ളത്, അപ്പോൾ അതിൽ നിന്നും കൂടെ കൂടി നിങ്ങൾക്കൊരു എമൗണ്ട് വിഡ്രോ ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റിയാണ് ഈ IDCW എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്. അടുത്തത് NAV ആണ്. അപ്പോൾ NAV എന്താണെന്നുള്ളത് നമ്മൾ വളരെ വിശദമായിട്ട് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, ആ വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് NAV എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാവും. ഓരോ ഓപ്ഷൻ്റെ NAVയും ഈ പറഞ്ഞ വളരെ വ്യത്യസ്തമായിരിക്കും. അതിപ്പോൾ ഇവിടെ കാണാവുന്നതാണ് നിങ്ങൾക്ക്. ഓരോ ഓപ്ഷനും വ്യത്യസ്തമായിട്ടുള്ള NAV ആണെന്നുള്ളത്. അടുത്തതായിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ഒരു ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റയാണ്. അതായത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എത്രയാണ്, അതിൻ്റെ ആവറേജ് മെച്യൂരിറ്റി എത്രയാണ്. അപ്പോൾ ഇതൊക്കെ കുറച്ചും കൂടെ ഒരു എന്താ പറയുക, കുറച്ചും കൂടെ ഒരു അഡ്വാൻസ്ഡ് ലെവലാണ്. അപ്പോൾ നമ്മൾ ഒരു അഡ്വാൻസ്ഡ് ലെവൽ വീഡിയോ സീരീസ് നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. അതിൽ നമ്മൾ തീർച്ചയായിട്ടും വിശദമായിട്ട് ചർച്ച ചെയ്യുന്നതാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അടുത്തെന്ന് പറഞ്ഞാൽ ഈ എന്താ പറയുക, ഫാക്ട് ഷീറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് എന്താണ്, പോർട്ട്ഫോളിയോ എന്നുള്ളത്. അപ്പോൾ ഈ പോർട്ട്ഫോളിയോ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതായത് ഈ പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത് അതായത് ഒരു ഫണ്ട് മാനേജർ ഇപ്പോൾ ഈ സ്കീമിലാണെങ്കിൽ 36,000 കോടി രൂപ എന്ന് പറയുന്നത് ഈ ഏതൊക്കെ സ്റ്റോക്കുകളിലാണ് നിക്ഷേപിച്ചിരിക്കുന്നതാണ്. അപ്പോൾ ആ സ്റ്റോക്കുകളുടെ പേരും ആ സ്റ്റോക്കുകളുടെ എത്ര ശതമാനം തുക അതിൽ നിക്ഷേപിച്ചിട്ടുണ്ട് എന്നുള്ള ഡീറ്റെയിൽസ് എല്ലാം കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നതാണ് അതിൻ്റെ പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത്. അപ്പോൾ ആ പോർട്ട്ഫോളിയോയിൽ ഏതൊക്കെ ക്ലാസ് എല്ലാം ഉണ്ടാവും. ഏതൊക്കെ ക്ലാസ്, അത് ഇക്വിറ്റി ഷെയർസ് ആണോ, അല്ലെങ്കിൽ അത് ഡെറ്റ് ആണോ, അല്ലെങ്കിൽ അങ്ങനെ എല്ലാം ഉണ്ടാവും. ഈ സ്കീമിലാണെങ്കിൽ ഇക്വിറ്റിയിലും അതുപോലെ ഇക്വിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള അവന്യൂസിലും ക്യാഷ് ആയിട്ട് ഹോൾഡ് ചെയ്യുന്നുണ്ടാവും, T-ബില്ലുണ്ടാവും. അപ്പോൾ പിന്നെ ഈ ഫണ്ടിലാണെങ്കിൽ എത്രയാണ്, 30 ഓഹരികളിലായിരിക്കും നിക്ഷേപിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഓഹരികളിലൊക്കെ ഡീറ്റെയിൽസ് ഉണ്ടാവും. അപ്പോൾ ഇതാണ് ഈ പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത്. അതായത് ഇനിയിപ്പോൾ ഈ എത്ര ശതമാനം വെച്ചിട്ടാണ് നമ്മൾ നിക്ഷേപിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു പക്ഷേ ചിലപ്പോൾ എല്ലാ ഫാക്ട് ഷീറ്റുകളിലും എല്ലാ ഷെയറുകളുടെയും ഫുൾ ഇൻഫർമേഷൻ ഉണ്ടാവണമെന്നില്ല. ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള ഷെയറുകളുടെ ഇൻഫർമേഷൻ മാത്രമായിരിക്കും ചിലപ്പോൾ ഫാക്ട് ഷീറ്റിൽ നമുക്ക് സാധാരണ ഈ പറഞ്ഞ AMCകൾ കാണിക്കുകയുള്ളൂ. ചില ഫാക്ട് ഷീറ്റുകൾ നമുക്ക് മുഴുവനായിട്ട് നമുക്ക് കാണിക്കാനായിട്ട് പറ്റും. പിന്നെ അത് മാത്രമല്ല, ഇനി അടുത്തൊരു ഇൻഫർമേഷൻ എന്ന് പറയുന്നതാണ് അതിൻ്റെ ഒരു സെക്ടർ വൈസിൽ നമ്മളത് അലോക്കേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പോൾ ഓരോ സെക്ടറുകൾ, ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഇതിൽ 30 ഓഹരികളിൽ നിക്ഷേപിച്ചിരുന്നു. അപ്പോൾ ഈ 30 ഓഹരികൾ എന്ന് പറയുന്നത് ചിലപ്പോൾ ബാങ്കിങ് സെക്ടർ ഉണ്ടാകും, പെട്രോളിയം സെക്ടർ ഉണ്ടാകാം, റീറ്റെയിൽ ഉണ്ടാകാം. അപ്പോൾ ഈ സെക്ടറുകളിൽ എത്ര നിക്ഷേപിച്ചിട്ടുണ്ട് എന്നുള്ളതൊക്കെ ആണ് ഈ പറഞ്ഞ സെക്ടർ അലോക്കേഷനായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. കൂടാതെ ഈ വലതുവശത്ത് കാണിക്കുന്ന ഓരോ വിഭാഗത്തിലും, അതായത് ഇപ്പോൾ ലാർജ് ക്യാപ്പിൽ, മിഡ് ക്യാപ്പിൽ, സ്മോൾ ക്യാപ്പിൽ അങ്ങനെ എത്ര അലോക്കേഷൻസ് ഉണ്ടെന്നൊക്കെ വളരെ വ്യക്തമായിട്ട് ഈ പറഞ്ഞ ഫാക്ട് ഷീറ്റ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതുപോലെ ഈ ഫണ്ടിൻ്റെ ഫാക്ട് ഷീറ്റിൻ്റെ ഏറ്റവും ഒരു അവസാന ഭാഗം എന്ന് പറയുന്നത്, ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് ഇതിൻ്റെ റിസ്കോമീറ്റർ ആണ്. അതായത് റിസ്കോമീറ്റർ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ച് ആ ഇൻവെസ്റ്റർക്ക് ആ ഫണ്ടിന് എത്ര റിസ്ക് ഉണ്ട് എന്ന് ഒരു പക്ഷേ എല്ലാ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷനും ഈ ഡീറ്റെയിൽസ് ഒക്കെ നോക്കി പെട്ടെന്ന് അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ പറ്റണമെന്നില്ല. അപ്പോൾ AMCകൾ ചെയ്തിരിക്കുന്ന റിസ്കോമീറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെക്കാനിസം കൊണ്ടുവന്നിട്ടുണ്ട്. റിസ്കോമീറ്റർ നോക്കിക്കഴിഞ്ഞാൽ ഈ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ടിന് എത്രമാത്രം റിസ്ക് ഉണ്ടെന്ന്, അപ്പോൾ ഏറ്റവും ലോ, മീഡിയം,
അല്ലെങ്കിൽ ഹൈ, വെരി ഹൈ, ഇങ്ങനെയുള്ള 4-5 പാരാമീറ്ററുകൾ അതിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ട്, നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സ്കീമിൻ്റെ റിസ്കോമീറ്റർ നോക്കിക്കഴിഞ്ഞാൽ അതിനൊരു ആരോ മാർക്ക് ഉണ്ടാവും. ഏതിലേക്കാണ് ആരോ മാർക്ക് നോക്കുക? അത് ലോ റിസ്കിലേക്കാണോ, ഹൈ റിസ്കിലേക്കാണോ, വെരി ഹൈ റിസ്കിലേക്കാണോ നോക്കുക. അങ്ങനെ ആ സ്കീമിൻ്റെ റിസ്ക്കും നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് ഈ പറഞ്ഞ ഫാക്ട് ഷീറ്റിൽ നോക്കിയാൽ നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ നമ്മൾ ഇന്ന് ഈ ഫണ്ടിൻ്റെ ഫാക്ട് ഷീറ്റ് എങ്ങനെ നമുക്ക് വായിക്കാൻ പറ്റും, അല്ലെങ്കിൽ നമ്മളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നതിന് മുൻപ്, അത് സെലക്ട് ചെയ്യുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ തീരുമാനം എടുക്കുന്നതിന് മുൻപ് ഇത് നമുക്ക് പറ്റിയതാണോ എന്ന് മനസ്സിലാക്കാനുള്ള ഏറ്റവും നല്ല മാർഗ്ഗം എന്ന് പറയുന്നത് ഈ ഫണ്ടിൻ്റെ ഫാക്ട് ഷീറ്റ് വായിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ എപ്പിസോഡ് ഇപ്പോൾ ഇതുവരെ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ ഒന്നുകൂടി റിവൈൻഡ് ചെയ്ത് കാണുക, വ്യക്തമായിട്ട് പഠിക്കുക എന്തൊക്കെ കാര്യങ്ങളാണെന്നുള്ളത്. സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നത്, നിങ്ങൾ വ്യക്തമായിട്ട് നിങ്ങളിത് പഠിക്കണം. അപ്പോൾ നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തേക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങൾ ഇതൊക്കെ ചെക്ക് ചെയ്തിട്ടാണോ നിങ്ങളുടെ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തത് എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക. എന്നിട്ടൊന്ന് ബാക്ക് ചെക്ക് ചെയ്യുക. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഒബ്ജക്റ്റുമായിട്ട് ഈ സ്കീമിൻ്റെ ഒബ്ജക്റ്റ് മാച്ച് ചെയ്യുന്നുണ്ടെന്നൊക്കെ നിങ്ങൾക്ക് അനലൈസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ എപ്പോഴും ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഒബ്ജക്റ്റുമായിട്ട് മാച്ച് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾക്ക് ഇൻഫർമേഷൻസ് പറഞ്ഞു തരുന്ന ഒരു ഫൈനാൻഷ്യൽ അഡ്വൈസറോ അല്ലെങ്കിൽ ഒരു ഡിസ്ട്രിബ്യൂട്ടർ ത്രൂ മാത്രമേ നിങ്ങളത് ചെയ്യാൻ പാടുള്ളൂ. അതുകൊണ്ട് ഒരുപാട് നല്ല കാര്യങ്ങളും ലാഭങ്ങളും നിങ്ങൾക്കുണ്ടാവും. അപ്പോൾ ഈ പല ആളുകളും ശരിക്കും പറഞ്ഞാൽ ഈ ഫൈനാൻഷ്യൽ എക്സ്പേർട്സിനെ അല്ലെങ്കിൽ ഒരു അഡ്വൈസറൊക്കെ ഹൈഡ് ചെയ്തിട്ട് സ്വന്തമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പോകും. പക്ഷേ അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അത്രയും ഇൻഫർമേഷൻസും അത്രയും എക്സ്പെർട്ടൈസും ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ജേർണി എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും സക്സസ്ഫുൾ ആയിട്ട് നമുക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതിന് നിങ്ങൾ തീർച്ചയായിട്ടും ഒരു എക്സ്പേർട്ടിൻ്റെയും കൂടെ ഒരു സഹായം നിങ്ങൾ തേടാവുന്നതാണ്. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് നിങ്ങളെ സഹായിക്കാനായിട്ട് പറ്റും. ഞങ്ങൾ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളൊരു ടീം ഓഫ് എക്സ്പേർട്സ് ഇവിടെ നിങ്ങൾക്കുണ്ട്, നിങ്ങളെ സഹായിക്കാനായിട്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഈ എപ്പിസോഡിലും നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ സംശയങ്ങൾക്കെല്ലാം ഞങ്ങൾ മറുപടി നൽകുന്നതായിരിക്കും. വി ആർ ഹിയർ ടു ക്രിയേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് വിന്നേഴ്സ്. താങ്ക് യു.